നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ് കൂട്ടുകാരെ, പുതിയ കാഴ്ചവിരുന്നുകൾ ആസ്വദിക്കുന്നതിന് ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന നമ്മുടെ കൂട്ടുകാരെ തേടി കാനന വീഥിയിലേക്കൊരു യാത്ര. കാട്ടിലെ കൂട്ടുകാർ. അല്ല പീലി, ഇങ്ങനെ പോയാ നമ്മൾ എങ്ങനെ ജീവിക്കും? ശരിയാ മോട്ടു, പണം ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടെ ഇങ്ങനെ പഴയ പണം മാറി പുതിയത് വന്നാ എന്ത് ചെയ്യാനാ? ചിലപ്പോ കുറച്ചുനാൾ കഴിയുമ്പോ എല്ലാം ശരിയാവുമായിരിക്കും. ഓരോരോ പരിഷ്കാരങ്ങളെ ശരിയായാ മതിയായിരുന്നു. എന്നാലേ ഞാൻ പോട്ടെ, നീ പോയി പച്ചക്കറി വാങ്ങിക്കൂ. ശരി, ടാറ്റാ. ശരി. അരക്കിലപ്പത്തേ 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 കടന്നുവരെ കടന്നുവരെ അരക്കിലപ്പത്തേ അരക്കിലപ്പത്തേ കടന്നുവരെ കടന്നുവരെ അരക്കിലപ്പത്തേ 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 വരൂ 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 അരക്കിലപ്പത്തേ അരക്കിലപ്പത്തേ അരക്കിലപ്പത്തേ. എന്ത്? എന്തിനാ ഈ 10 രൂപ? അതിപ്പോ അരക്കിലപ്പത്തേ പയറ്, അരക്കിലപ്പത്തേ തക്കാളി, അരക്കിലപ്പത്തേ. അത് ശരി, ഇത് കൊള്ളാലോ. ദൂരെ നിന്ന് ഞാൻ വരുമ്പോ കേട്ടത് കിലോ 10 എന്നാണല്ലോ. ഇതാണ് പറയുന്നത്, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുതെന്ന്. ഇല്ലേ, ഇനി ഞാൻ വിശ്വസിക്കില്ല. 1 കിലോ തക്കാളി എടുത്ത് പിടിച്ച തക്കാളി അരക്കിലപ്പത്തേ അരക്കിലപ്പത്തേ തക്കാളി അരക്കിലപ്പത്തേ തക്കാളി അരക്കിലപ്പത്തേ അരക്കിലപ്പത്തേ. കൈ നേട്ടാണ്. അതെ, വാ 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 കടന്നവര് കടന്നവര് അരക്കിലപ്പത്തേ അരക്കിലപ്പത്തേ. ജീവിതമാണ് സുഹൃത്തെ, സഹകരിക്കണം. പയറ്, പടവരങ്ങ, പച്ചക്കറി, വാവല്, ഓറഞ്ച് 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 അരക്കിലപ്പത്തേ അരക്കിലപ്പത്തേ അരക്കിലപ്പത്തേ. വരൂ 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 കടന്നു വരൂ കടന്നു വരൂ. പിടക്കുന്ന പച്ചക്കറികൾ പാവലും പടവലും ഓറഞ്ച് അരക്കിലപ്പത്തേ. ഓറഞ്ച് നല്ല ഓറഞ്ച് കിട്ടാനുണ്ടോ ചേട്ടാ? വില കുറവ്, ഗുണം മെച്ചം. 2 കിലോ 60 രൂപ. പുളിയുണ്ടോ? എവിടെ പുളി? നല്ല ഒന്നാം തരം സൂപ്പർ കാശ്മീരി ഓറഞ്ച് അല്ലേ. പുളി വേണമെങ്കിൽ അതും തരാം. അരക്കിലപ്പത്തേ. ഒരു കഷ്ണം എങ്ങ് തരൂ, ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിടിച്ചോ പിടിച്ചോ, നല്ല ഒന്നാം തരം പൂവമ്പഴം പോലത്തെ കാശ്മീരി കാശ്മീരി ഓറഞ്ച്. ഇതാ പിടിച്ചോ. കഴിച്ചോ കഴിച്ചോ, ഇത് കഴിച്ചോ. നല്ല ഒന്നാം തരം ഓറഞ്ച്. അത്രയ്ക്ക് പുളിയൊന്നുമില്ല, ഞാനും ഒരെണ്ണം കഴിച്ചു നോക്കിയതല്ലേ. നോണ പറയല്ലേ, ഇതിന് ഭയങ്കര പുളിയാ. നിങ്ങൾ കഴിച്ച ഒരെണ്ണത്തിലല്ലേ പുളിയുള്ളത്, മറ്റുള്ള ഓറഞ്ചിൽ പുളി ഉണ്ടാവില്ലെന്ന്. എന്തെങ്കിലും ആവട്ടെ, ഒരു 2 കിലോ എടുക്ക്. അങ്ങനെ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നല്ല ഇളംപുളി, കടും മധുരം, കൽക്കണ്ടം പോലെ നല്ല പിടക്കണ ഗംഭീർ കച്ചവടം ചെയ്യാൻ പഠിച്ചു കേട്ടോ. കടും മധുരം കൽക്കണ്ടം പോലെ ഓറഞ്ച്. ഇനിയിപ്പൊ ആര് വരാനാ? ഇന്നത്തെ കച്ചവടം തൽക്കാലം നിർത്താം. സഹായത്തിന് ആളെ വെക്കാറായി.
അവിടെ നിൽക്കട്ടെ അങ്ങനെ ആഹാ അവിടെ ഉറപ്പിച്ചിട്ടാ നോക്കട്ടെ കൊള്ളാം ഇവിടെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി പോരട്ടാ ഈ ബോർഡ് അസലായിട്ടുണ്ട് നമ്മുടെ കടയ്ക്കൊരു ലുക്ക് വന്നത് ഇപ്പോഴാ എന്നാ ഞാൻ പൊക്കോട്ടെ അത് പറ്റത്തില്ല ഇതിന് എത്ര പണം തരണം നമ്മൾ തമ്മിൽ ഈ കണക്ക് പറിച്ചില്ല ആവശ്യമുണ്ട് അത് പോരാ കണക്കെപ്പോഴും കണക്കായിരിക്കണം അത് ചെറുതാണെങ്കിൽ കൂടി എന്നാലും ഒരു കാര്യം 200 രൂപ താ ഓ 200 200 ഇതാ പിടിച്ചോ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഇവിടെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ കിട്ടും. ശരി അപ്പൊ പിന്നെ കാണാട്ടാ ഓക്കെ ബൈ. അല്ല ഗംഭീരെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ അടിപൊളിയല്ലേ. നമ്മളിവിടെ ഒരു കടയിട്ടതിൽ പിന്നെ തൊട്ടടുത്തുള്ള 2 പച്ചക്കറികളാ നിർത്തിപ്പോയത്. അത് കൊള്ളാം. ഈ കടയ്ക്കൊരു നോട്ടക്കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ ഈ ബോർഡ് കൂടി വെച്ചത്. എങ്ങനെയുണ്ട്? ഫ്ലെക്സ് അടിച്ചാ കുറച്ചുകൂടി നന്നായേനെ. ഞാൻ ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ ഈ ഫ്ലക്സും അതിലടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക്കും പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതുകൊണ്ട് ആ ശ്രമം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. അതേതായാലും നന്നായി. പ്രകൃതി കനിഞ്ഞു നൽകുന്ന പച്ചക്കറികൾ വിൽക്കുന്ന ഗംഭീര പ്രകൃതിക്ക് അനുകൂലമായി നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പച്ചക്കറികളൊന്നും ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതില്ല. തന്നെയുമല്ല ഈ ബോർഡ് എഴുതിയിരിക്കുന്നത് നമ്മുടെ കോബ്ര. അത് ശരി. അവനാണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ പോലെ പണിയൊന്നുമില്ലെന്നേ. ഫ്ലക്സ് വന്നതിൽ പിന്നെ അവന്റെ കാര്യവും കഷ്ടത്തിലാ. ഗംഭീരേ, എനിക്കൊരു സംശയമുണ്ട്. നീ നേരത്തെ പറഞ്ഞില്ലേ നല്ല പച്ചക്കറി കൊടുത്തു തുടങ്ങിയപ്പോ മറ്റ് 2 കടകൾ പൂട്ടിപ്പോയെന്ന്? ഞാൻ പറഞ്ഞിരുന്നു. അതായത് നല്ല പച്ചക്കറികൾ കിട്ടുന്ന സ്ഥലമാണ് ഗംഭീറിന്റെ കട അല്ലേ? എങ്കിൽ പിന്നെ ഇവിടെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ കിട്ടും എന്ന് എഴുതി വച്ചിരിക്കുന്ന ഈ ബോർഡിൽ ഇവിടെ എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ശ്രദ്ധിച്ചില്ലട്ടോ. നീ നല്ല പച്ചക്കറി കൊടുക്കുകയും ഇവിടെ നിന്ന് തന്നെ കിട്ടും എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ശരിയല്ലേ? പറഞ്ഞത് പോയിന്റാ. എങ്കിലേ ഇപ്പോൾ തന്നെ ആ ഭാഗം അങ്ങ് മുറിച്ചു കളയാം. അതാ എവിടെ കത്തി? നോക്കി വര കറക്റ്റ് ആവണേ. നോക്കിയേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ സൂപ്പറായി. എന്നാ ഞാൻ പോട്ടെ. അല്ല മോട്ടുവിനപ്പൊ പച്ചക്കറി ഒന്നും വേണ്ടേ? ഇപ്പൊ വേണ്ട, പിന്നെ ആവാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഷടാ രക്കലപത്തേ കരക്കലപത്തേ രക്കലപത്തേ. അപ്പോഴേക്കും അങ്ങാടിപ്പാട്ടായോ? ഞാനത് ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അല്ല എവിടെ ബോർഡ് ഇരിക്കണേ? ദാ മുകളിലേ നോക്ക്. ഞാനത് ശ്രദ്ധിച്ചില്ല. കണ്ടു. ദേ ഈ ബോർഡിനൊരു പ്രശ്നമുണ്ടല്ലോ. ഇനി എന്താ ഒരു പ്രശ്നം? അല്ല നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ കിട്ടും എന്നല്ലേ ഇതിൽ എഴുതിയിരിക്കുന്നത്? അത് തന്നെയാ. ഗുണമേന്മയുള്ളതെല്ലാം നല്ലതല്ലേ? അതെ അങ്ങനെ തന്നെ. പിന്നെ നല്ല ഗുണമേന്മയുള്ളത് എന്ന് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? പറഞ്ഞത് ശരിയാണല്ലോ. എങ്കിലേ അതങ്ങ് മുറിച്ചു കളഞ്ഞേക്കാം. എവിടെ കത്തി? ഇതൊക്കെ എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ടത്. എടുത്തോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പഴാ കറക്റ്റ് ആയത്. അടിപൊളി സൂപ്പർ. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ പീരിക്ക് പച്ചക്കറികളൊന്നും വേണ്ടേ? അത് പിന്നെ ആവാലോ. സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ പോവാ. ഇതെന്തൊരു പരിപാടിയാത്? രക്കലപത്തേ 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 രക്കലപത്തേ.
ഏ ഗംഭീർ ഗംഭീർ എന്തരക്കില പത്തെന്നാ നീ പറയുന്നേ? അത് പിന്നെ ഒരു ശീലായി ഓ 2 കിലോ തക്കാളി എടുത്ത് വേഗം വേണം. പിടിച്ചോ തക്കാളി 2 കിലോ. എന്താ പുതിയ ബോർഡൊക്കെ ഉണ്ടല്ലോ, ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഗുണമേന്മയുള്ള പച്ചക്കറികൾ കിട്ടും. അല്ല ഗംഭീരെ, നീ ഇവിടെ മോശം പച്ചക്കറികൾ കൊടുക്കാറുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഗുണമേന്മയുള്ള പച്ചക്കറികൾ കിട്ടുമെന്ന് എഴുതി വെച്ചിരിക്കുന്നേ? നിന്റെ ഉദ്ദേശം കയ്യിലിരിക്കട്ടെ. ഗുണമേന്മയുള്ള ഭാഗം വേണ്ടെന്നല്ല നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അത് തന്നെ, അതാണ് പറഞ്ഞു വരുന്നത്. എന്നാലേ ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓ എന്റെ ഗംഭീരെ, നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എത്ര പൊട്ടയാണെങ്കിലും അതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞല്ലേ വിൽക്കാറ്. ഇന്നലെ തന്നെ നീ പുളിക്കണ ഓറഞ്ച് വരെ ഇളം പുളി കടും മധുരം കൽക്കണ്ടം പോലെ എന്ന് പറഞ്ഞല്ലേ നീ എനിക്ക് തന്നത്? അതിലേ മധുരമുള്ള ഒരു ഒറ്റ ഓറഞ്ച് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നീ അതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. ഒരു കച്ചവടമാകുമ്പോ നമുക്ക് കിട്ടുന്നതെല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. നല്ലതായാലും മോശമായാലും നിന്റെ കടയിലുള്ളതെല്ലാം ഗുണമേന്മയുള്ളതാണ്. അങ്ങനെയല്ലെങ്കിൽ കൂടി അങ്ങനെ പറഞ്ഞു വെക്കുന്നു. അപ്പൊ പിന്നെ ഈ ഗുണമേന്മയുള്ളത് എന്ന ഭാഗം വേണ്ടതുണ്ടോ? അതാണ് വേണ്ടേ. ഗുണമേന്മയുടെ ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കും. നേരത്തെ നോക്കേണ്ടതായിരുന്നു. പോയോ? എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഒന്നും വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഗംഭീർ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ പഞ്ചായത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഫ്രീ വൈഫൈ കിട്ടുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്യാൻ വന്നത്. പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആരാണാവോ ഈ ഫ്രീ വൈഫൈ കൊടുക്കുന്നത്? അമേരിക്ക. അമേരിക്കയോ? എന്റെ ഗംഭീരെ, നീ ഇത്രയ്ക്ക് വിവരമില്ലാത്തവനായി പോയല്ലോ. പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്നും വൈഫൈ കൊടുക്കുന്നത് പഞ്ചായത്ത് തന്നെ, അല്ലാണ്ടാര്? ഞാൻ അതങ്ങ് ഓർത്തില്ലെന്നേ. എന്റെ ഗംഭീരെ, പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്ന് വൈഫൈ കൊടുക്കുന്നത് പഞ്ചായത്താണ് അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അങ്ങനെയെങ്കിൽ പച്ചക്കറിക്കടയിൽ പച്ചക്കറി കൊടുക്കുന്നത് ആരാണ്? അത് ഞാൻ തന്നെ. ഗംഭീരെ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ഇപ്പൊ നീ ഉദ്ദേശിച്ചു വരുന്നത്? ഈ കാണുന്ന ബോർഡ് തന്നെ. എന്റെ ഗംഭീരെ, പച്ചക്കറിക്കടയിൽ ആരെങ്കിലും സ്വർണം വെക്കുമോ? സ്വർണം? ഒരിക്കലും സ്വർണം വെക്കില്ല. അതായത് പച്ചക്കറിക്കടയിൽ പച്ചക്കറിയും അതിനോടനുബന്ധിച്ചുള്ള ഓറഞ്ച് പോലുള്ള എന്തെങ്കിലും അല്ലേ? പിന്നെന്തിനാണ് പച്ചക്കറികൾ കിട്ടും എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? ഈ കടയിലേക്ക് വരുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുള്ളവരാ. അവർക്ക് കണ്ടാൽ അറിയാം ഇത് പച്ചക്കറി കടയാണോ സ്വർണ്ണക്കടയാണോ എന്നൊക്കെ. അപ്പ ശരിയാ പറഞ്ഞത്. ഇപ്പൊ ശരിക്കും കിട്ടും. ഇപ്പോഴാണ് കാര്യങ്ങൾ വൃത്തിയായത്. കിട്ടും. കിട്ടട്ടെ. റേഞ്ച് കിട്ടട്ടെ. റേഞ്ച് എവിടെ? റേഞ്ച് കിട്ടട്ടെ. കിട്ടും. ആര് ഗംഭീരോ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? തരക്കേടില്ല സാറേ. ഇതെന്താ ഇങ്ങനെ കിട്ടുമെന്ന് മാത്രം എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ കിട്ടും എന്നല്ലേ എഴുതി വെക്കേണ്ടത്? സാറേ, ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഓരോരുത്തരായി വന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഞാൻ അതൊക്കെ അങ്ങ് മുറിച്ച് മാറ്റിയതാ. ഇപ്പോ ഗംഭീരെ, കച്ചവടത്തിന് വേണ്ട തന്ത്രങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാ മറ്റുള്ളവർ പറയുന്നതെല്ലാം നീ കണ്ണടച്ച് വിശ്വസിക്കും. സാറ് പറഞ്ഞത് 100% ശരിയാ. അതോടൊപ്പം ദൈവത്തിലും ആശ്രയിക്കണം. അങ്ങനെ സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി കച്ചവടം ചെയ്ത് ദൈവസന്നിധിയിൽ പ്രീതി കണ്ടെത്തുന്നവരായി മാറണം നാം ഓരോരുത്തരും. കിട്ടിയ താലന്തുകളെ നാം വർദ്ധിപ്പിക്കണം, അപരനെ ചതിക്കാതെ. മനസ്സിലാവുന്നുണ്ടോ? സാറ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചോളാം. എന്നാലേ വേഗം പോയി പുതിയൊരു ബോർഡ് കൊണ്ടുവന്ന് വെക്ക്.
ഇവിടെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ കിട്ടും എന്നെഴുതിയത്. കിട്ടും. കാനന കഥയിൽ നിന്ന് ഇനി പോകാം വചന വെളിച്ചത്തിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു, എന്താ അങ്കിൾ? ടിങ്കു എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നത് എന്തിനാ? അങ്കിളിന്റെ അടുത്ത് വന്നാലേ ആ, കഥ കേൾക്കാൻ പറ്റുള്ളൂ. ഓ, കഥയൊക്കെ കേൾക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അതെ അതെ. ചില കൂട്ടുകാരുണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്പയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ചെല്ലും. എന്നിട്ട് ചോദിക്കും, ഒരു കഥ പറഞ്ഞു തരാവോ, ഒരു കഥ പറഞ്ഞു തരാവോ എന്ന്. അതുപോലെ ടിങ്കുവും ഇടയ്ക്കിടയ്ക്ക് വന്ന് കഥയൊക്കെ ചോദിക്കും. പക്ഷേ ഉണ്ടല്ലോ, ടിങ്കു ഈ കഥ കേൾക്കുക മാത്രമല്ല ചെയ്യുക. പിന്നെ എന്താ ചെയ്യുന്നത്? നീ തന്നെ പറഞ്ഞു കൊടുക്ക്. കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കും. ആ, അവൻ്റെ സ്കൂളിലുള്ള കൂട്ടുകാരോടും ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്കിൾ, ആ, എനിക്കൊരു കഥ കൂടെ പറഞ്ഞതാ. ഇതിനെപ്പോഴും കഥ കേൾക്കണം. കൂട്ടുകാർക്ക് ഇഷ്ടമാണ് കഥ കേൾക്കുന്നത് അല്ലേ? ആട്ടെ, ഇന്ന് ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം. ഓക്കെ അങ്കിൾ. ഒരു കാട്ടിൽ ഒരമ്മ കരടിയും ഒരു കുഞ്ഞു കരടിയും ഉണ്ടായിരുന്നു. ആ അങ്കിൾ, ആ, ആ കരടിക്ക് കുഞ്ഞു കരടി ഇഷ്ടമായിരുന്നല്ലേ? പിന്നെ അതെങ്ങനെയാണ് നിനക്കറിയുന്നേ? അങ്കിൾ, എന്നെ ഇഷ്ടമുള്ളതാണ്. നിന്നെ എനിക്കിഷ്ടമാണ്. അതിനേക്കാൾ ഇഷ്ടമാണ് അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട്. ഈ കുഞ്ഞിക്കരടി എന്ത് ചെയ്താലും അമ്മക്കരടി പറഞ്ഞു കൊടുക്കും, മോനെ അങ്ങനെ ചെയ്യരുത്. നല്ല കാര്യങ്ങൾ ചെയ്താൽ പറഞ്ഞു കൊടുക്കും, ഇനിയും അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം. മാത്രമല്ല ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ ഈ കുഞ്ഞിക്കരടിക്ക് അമ്മക്കരടി എന്നും നൽകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുഞ്ഞിക്കരടിയുടെ ബർത്ത്ഡേ വന്നു. അമ്മക്കരടി വിചാരിച്ചു, ഇന്ന് പോയി ഒരുപാട് നല്ല തേനൊക്കെ വാങ്ങി കുഞ്ഞിക്കരടിക്ക് കൊടുക്കണം. അതിനുവേണ്ടി അമ്മയ്ക്ക് ചന്തയിൽ പോകണം. കുഞ്ഞിക്കരടിയോട് പറഞ്ഞു, മോനെ വീട് വിട്ട് എവിടെയും പോകാൻ പാടില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ചില ഉപദേശങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിക്കരടി പറഞ്ഞു, ശരി ശരി, ഞാനെല്ലാം ചെയ്യാം. നമ്മളും അതുപോലെ ചെയ്യാറുണ്ടല്ലേ? ഞാനും ചെയ്യാറുണ്ട്. എന്താ ചെയ്യുക? ഞാൻ എല്ലാത്തിനും തലയാട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. അത് തെറ്റാണല്ലേ? നമ്മുടെ വീട്ടിലും അങ്ങനെ ചെയ്യാറുണ്ട്. ചില കൂട്ടുകാരെല്ലാം പറയും, പക്ഷേ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അതുപോലെ കുഞ്ഞൻകരടിയും അതൊക്കെ ചെയ്തു. അമ്മ പറഞ്ഞതുപോലെ അനുസരിക്കാമെന്നൊക്കെ പറഞ്ഞു. അമ്മ പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ടായിരുന്നു. ഒരു കാരണവശാലും വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. കാരണം വേട്ടക്കാർ ഒരുപാടുണ്ട്. വേട്ടക്കാർ വന്നാൽ കുഞ്ഞിക്കരടിയെ പിടിച്ചുകൊണ്ടു പോകും. അതുകൊണ്ട് അമ്മക്കരടി പറഞ്ഞു, മോനെ ഒരു കാരണവശാലും വീട് വിട്ട് പുറത്തു പോകരുത്. കുഞ്ഞൻകരടി ഇതെല്ലാം സംഭവിച്ചെങ്കിലും അമ്മ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ആഗ്രഹം, എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. പക്ഷെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പുറത്തു പോകരുത്. അവൻ പിന്നെ ആലോചിച്ചു, വേഗം പുറത്തു പോയിട്ട് വന്നാൽ അമ്മ അറിയത്തൊന്നുമില്ല. എന്നിട്ട് എന്താ ഉണ്ടായെങ്കിൽ? അവൻ കുറേ നേരമൊക്കെ വീട്ടിനകത്തിരുന്ന് കുറച്ച് നേരമൊക്കെ പിടിച്ച് ഇനി പുറത്തു പോകുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെയും ആഗ്രഹം കൂടി വന്നപ്പോൾ അവൻ പതിയെ വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മൂക്കിലേക്ക് വല്ലാത്ത മണം അടിച്ചു കയറി. എന്തിൻ്റെയാണെന്നറിയാമോ? നല്ല തേനായിരിക്കും. തേനിൻ്റെ അല്ലേ? കരടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? തേന. ഇത് എവിടെ നിന്നായിരിക്കും തേനിൻ്റെ മണം വരുന്നത്? അവൻ സൂക്ഷിച്ചു നോക്കിയപ്പം ദേടാ, അടുത്ത മരത്തിൻ്റെ മുകളിൽ നല്ല തേനിരിക്കുന്നു. ഇതാരോ കൊണ്ടുവന്ന് വെച്ചതുപോലെ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി വെച്ചതായിരിക്കും, അമ്മയുടെ സമ്മാനമായിരിക്കും. അവൻ പതിയെ ആ മരത്തിലേക്ക് കയറി ആ തേനിൻ്റെ അടുത്തെത്തി. അമ്മ പറഞ്ഞ വാക്ക് അവൻ്റെ മനസ്സിലുണ്ട്, വീട് വിട്ട് ഒരിക്കലും പോകരുത്, എന്നാലും തേൻ കുടിച്ചിട്ട് വേഗം പോയി വീട്ടിൽ ചെന്നിരിക്കാം. കൂട്ടുകാരെ, പിന്നീട് എന്താ ഉണ്ടായെന്നറിയാമോ? അവൻ ആർത്തിയോടുകൂടെ തേൻ കുടിച്ച് അവൻ പതിയെ താഴെ വന്നു. എന്നാൽ താഴെ വന്നപ്പോൾ അവൻ പതിയെ തല കറങ്ങുന്ന പോലെ തോന്നി. അവൻ ബോധം കേട്ട് അവിടെ വീണു. ചില നിമിഷങ്ങൾ കഴിഞ്ഞു. അമ്മ ഇതൊന്നും അറിയാതെ അവന് വേണ്ട നല്ല തേനുമായിട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് ഈ കുഞ്ഞൻ കരടിയെ വിളിച്ചു നോക്കി. കുഞ്ഞൻ കരടി, നീ എവിടെ ഉള്ളത്? ദേ അമ്മ ഒരുപാട് തേൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ എവിടെയാ ഉള്ളത്?
പക്ഷെ കുഞ്ഞൻകരടി എവിടെയുണ്ടോ? ഇല്ല. എവിടെ പോയി അങ്കിൾ? കുഞ്ഞൻകരടിയെ വേട്ടക്കാരെടുത്തുകൊണ്ടായതായിരുന്നു. വേട്ടക്കാർ വെച്ച തേനാണ് കുഞ്ഞൻകരടി പോയി കുടിച്ചത്. നോക്കിയേ, അമ്മ പറഞ്ഞ വാക്ക് അനുസരിച്ചെങ്കിൽ ഇങ്ങനെ പറ്റുമായിരുന്നോ? ഇല്ല അങ്കിൾ. അമ്മക്കരടിക്ക് മനസ്സിലായി കുഞ്ഞൻകരടിക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. പെട്ടെന്ന് തന്നെ ആ വഴിയിലൂടെയെല്ലാം ആ അമ്മക്കരടി ഓടി നോക്കി. ഏതിലെയാണ് പോയത്? വന്ന ആളുകളോട് ചോദിച്ചു, എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ? വേട്ടക്കാർ വല്ലതും വന്നിട്ടുണ്ടോ? അമ്മക്കരടി തൻ്റെ കുഞ്ഞിനെ കാണാതായപ്പോൾ ഒരുപാട് വിഷമിച്ചു. താൻ ആ നാട്ടിലുള്ള വഴിയിലൂടെ താൻ ഓടി. കണ്ടവരോട് ചോദിച്ചു, വേട്ടക്കാർ വല്ലതും കാട്ടി വന്നിട്ടുണ്ടോ? ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ആ വന്നിട്ടുണ്ട്, ഇതിൽ വന്നായിരുന്നു, എന്തോ സഞ്ചിയിൽ കെട്ടി കൊണ്ടുപോകുന്നതും കണ്ടു. തീർച്ചയാക്കി എൻ്റെ കുഞ്ഞൻകരടി തന്നെയാണ് ആ സഞ്ചിക്കുള്ളിൽ. അമ്മ രക്ഷിക്കുവാനായിട്ട് അവർ പോയ വഴിയിൽ പിന്നാലെ വേഗം പാഞ്ഞു ചെന്നു. അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അമ്മ പറഞ്ഞ വാക്കനുസരിക്കാതെയാണ് പോകുന്നത്. എങ്കിലും തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാൻ അമ്മ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആ അമ്മ അതിവേഗം ചാടി ചാടി വേഗം യാത്ര ചെയ്തു. നോക്കുമ്പോഴുണ്ട് 2 വേട്ടക്കാർ തൻ്റെ കുഞ്ഞൻകരടിയെ ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകുന്നതാണ് കണ്ടത്. പിന്നാലെ ചെന്നു, എങ്ങനെയെങ്കിലും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വേട്ടക്കാർ ആ ചാക്ക് കെട്ട് അവിടെ വെച്ച് വെള്ളം കുടിക്കുവാനായിട്ട് കുളത്തിലേക്ക് കടന്നുപോയി. സമയം ഒട്ടും പാഴാക്കാനില്ല. എത്രയും വേഗം രക്ഷിക്കണം. വേഗം അമ്മക്കരടി ചെന്നു ആ ചാക്ക് കടിച്ച് കീറി തൻ്റെ കുഞ്ഞൻകരടിയെ രക്ഷപ്പെടുത്തി. വേഗം വിളിച്ചു, മോനെ എഴുന്നേക്ക്, വേഗം ഓടി രക്ഷപ്പെട്, വേഗം ഓടി രക്ഷപ്പെട്. അതെ, ഈ കുഞ്ഞൻകരടി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടു. അമ്മക്കരടിക്ക് അതുപോലെ ഓടാൻ കഴിഞ്ഞില്ല. പിന്നാലെ വന്ന വേട്ടക്കാർ ആ അമ്മക്കരടിയെ വെടിവെച്ച് വീഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നു. അമ്മക്കരടിയെ കണ്ട് പേടിച്ചവർ അവിടെ വിട്ട് ഓടിപ്പോയി. വേഗം കുഞ്ഞൻകരടി ഓടി അമ്മയുടെ അടുക്കൽ ചെന്നു. അമ്മേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നെ സ്നേഹിക്കണം. ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല. പ്രിയ കൂട്ടുകാരെ, ആ കുഞ്ഞൻകരടിയെ രക്ഷിക്കുവാനായിട്ട് അമ്മക്കരടി തൻ്റെ ജീവൻ ബലിയായിട്ട് നൽകി. എത്രമാത്രം സ്നേഹമാണ് ദൈവവും നമ്മോട് കാണിച്ചത്. നമ്മൾ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു ജീവിച്ചപ്പോൾ അമ്മക്കരടിയെപ്പോലെ വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെ തേടി വന്നു. നമ്മളെ പാപങ്ങൾക്ക് വേണ്ടി താൻ യാഗമായി തീർന്നു. അവൻ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തെ മറുതലിച്ച് നാം ഒരിക്കലും ജീവിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ല കഥയായിരുന്നു. ഞാനും നല്ല അനുസരണമുള്ള കുട്ടിയാവും. ഓക്കെ, ബൈ. ഇനി കത്തുകളുടെ ലോകം. നല്ലത് പറഞ്ഞു വരുന്ന കത്തുകൾക്ക് നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുന്നു. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും ചിരിക്കാനും ചിന്തിക്കാനും നമ്മൾ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.